എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി സേ ഓർ ഇംപ്രൂവ്മെൻറ്റ്, അതുപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റൽ, അതുപോലെ റെഗുലർ വിഭാഗം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള പരീക്ഷകൾ ഇന്ന് അവസാനിക്കും. ഇന്ന് എന്ന് പറയുമ്പോൾ മാർച്ച് 29 ശനിയാഴ്ച രാവിലെ 9:30 മുതൽ 12:15 വരെ നടക്കുന്ന ഇംഗ്ലീഷ് പരീക്ഷയോടുകൂടി വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ +1 പരീക്ഷകൾ അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഇനി വിദ്യാർത്ഥികൾ +2വിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം പരീക്ഷകൾ ഇനി എപ്പോഴാണ് നടക്കുക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ നോക്കാം. അതായത് ഇപ്പോൾ +1 പരീക്ഷ ആദ്യമായിട്ട് എഴുതിയ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഇപ്പോൾ +2വിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികൾ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പരിശോധിക്കാം. അപ്പോൾ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വിവിധ മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഈ ഒരു +1 ഇപ്പോൾ ആദ്യമായിട്ട് എഴുതിയ വിദ്യാർത്ഥികളുടെയും, അതുപോലെ തന്നെ +2 പരീക്ഷ ഓൾറെഡി എഴുതിയ വിദ്യാർത്ഥികളെയും, അതുപോലെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികളുടെയും സെപ്പറേറ്റ് ആയിട്ട് പറയാം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ റെഗുലറായിട്ട് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ, അതായത് ആദ്യമായിട്ട് +1 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ കാര്യം ആദ്യം നോക്കാം. അതിനുശേഷം മറ്റ് 2 വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ കാര്യങ്ങളും ഒരുമിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ റെഗുലർ വിഭാഗത്തിലായിട്ട് ഇപ്പോൾ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ, അതായത് നിങ്ങൾ ആദ്യമായിട്ട് റെഗുലർ വിഭാഗത്തിലായിട്ട്, അതായത് നിങ്ങൾ സാധാരണ അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ നേടിയ സ്കൂൾ വഴിയോ അല്ലെങ്കിൽ സ്കോൾ കേരള വഴിയോ, അതല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടോ ആദ്യമായിട്ട് +1 പരീക്ഷ ചെയ്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട്, അതായത് ഈ ഒരു +1ൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് ഇനി നിങ്ങൾ തോൽക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കാതെ വരികയോ അല്ലെങ്കിൽ മാർക്ക് കുറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുന്നത് 2026 മാർച്ച് മാസത്തിലാണ് +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുക. അപ്പോൾ +1ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെ, അതായത് +1 +2 പബ്ലിക് എക്സാമിനേഷൻ്റെ സമയത്താണ് നിങ്ങൾ ഈ ഒരു +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ നിന്ന് +2വിൻ്റെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറയുന്ന സമയത്ത് തന്നെയായിരിക്കും +1ൻ്റെ ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ കൂടി രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. കാരണം +1 പരീക്ഷയുടെ, അതായത് +1ൻ്റെ അടുത്ത ബാച്ച്, അതായത് SSLC പരീക്ഷ റിസൾട്ടിന് ശേഷം +1 അലോട്ട്മെൻറ്റ് വഴി ഈ ഒരു +1ലേക്ക് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് 2026 മാർച്ച് മാസത്തിലാണ് +1ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ നടക്കുക. അപ്പോൾ അവരോട് കൂടി ആണ് നിങ്ങൾക്ക് ഈ ഒരു +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നത് നിങ്ങളുടെ +2വിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് +1ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ നടക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളോട് സ്കൂളിൽ നിന്ന് പറയും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്ട്രേഷൻ വരുന്നത് ഏകദേശം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ ഒരു മാസത്തിന് ഇടയിലൊക്കെ ആയിട്ടായിരിക്കും. കാരണം ഈ ഒരു മാസത്തിൽ എപ്പോഴെങ്കിലും ആയിരിക്കും രജിസ്ട്രേഷൻ വരിക. കൃത്യമായിട്ട് അതിൻ്റെ ഡേറ്റ് അറിയാത്തത് കൊണ്ടാണ് നിങ്ങളോട് ആ ഒരു കാര്യം പറയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയം നിങ്ങളെ സ്കൂളിൽ നിന്ന് അറിയിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് DHSC വെബ്സൈറ്റ് ഈ ഒരു ഓഗസ്റ്റിന് ശേഷം നിങ്ങൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലായിട്ട് പരിശോധിക്കേണ്ടതാണ്. കാരണം രജിസ്ട്രേഷനായിട്ട് ഏകദേശം ഒരു 15ഓളം ദിവസമാണ് വിദ്യാർത്ഥികൾക്ക് കിട്ടുക. ആ ഒരു സമയത്തിനുള്ളിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നീട് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾ ആ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് സ്കൂളിൽ നിന്ന് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഓഗസ്റ്റിന് ശേഷം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ ഒരു മാസങ്ങളിലായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ വരുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. കാരണം എപ്പോഴാണ് ഇതിൻ്റെ ഡേറ്റ്, ചിലപ്പോൾ രജിസ്ട്രേഷൻ്റെ ഡേറ്റ് എപ്പോഴും കറക്റ്റായിട്ട് ഇന്ന ദിവസം വരണം എന്നൊന്നുമില്ല. അത് DHSCയുടെ തീരുമാനം അനുസരിച്ചിട്ടായിരിക്കും എപ്പോഴാണ് രജിസ്ട്രേഷൻ വരിക എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് രജിസ്ട്രേഷൻ എപ്പോൾ വരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ്റെ കൂടിയാണ് +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ നടത്തേണ്ടത്. 2026 മാർച്ച് മാസത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ഒരു രജിസ്ട്രേഷൻ ഉണ്ടാവുക. ഇനി നമുക്ക് റെഗുലർ വിഭാഗത്തിൽ അല്ലാതെ നമുക്ക് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം ഉണ്ടാകും. അതായത് കമ്പാർട്ട്മെൻറ്റൽ എന്ന് പറഞ്ഞാൽ +2വിൻ്റെ സേ പരീക്ഷ മുൻ വർഷങ്ങളിലൊക്കെ പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാകും. അതുപോലെ തന്നെ +1ൻ്റെ പരീക്ഷ, അതായത് ഇപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് വിഭാഗത്തിൽ എഴുതിയ +2 വിദ്യാർത്ഥികളുണ്ടാകും. അപ്പോൾ +2 വിദ്യാർത്ഥികൾ +2വിൻ്റെ ഓൾറെഡി പരീക്ഷ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുണ്ടാകും. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ +1ൻ്റെ സബ്ജക്റ്റിൽ തോൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് ജയിക്കുന്നതിനായിട്ട് 2 വർഷത്തെ മാർക്കാണ് നോക്കുന്നത്. ഇപ്പോൾ റെഗുലർ വിഭാഗം ആണെങ്കിൽ 60 മാർക്കിൽ 18 മാർക്കേ +1 ജയിക്കാൻ വേണ്ടൂ. 80 മാർക്കാണെങ്കിൽ 24 മാർക്കേ ജയിക്കാൻ വേണ്ടൂ. ഡബിൾ പാസ് മാർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇരട്ടി വാങ്ങിച്ചാൽ മതി. അതായത് 36 മാർക്ക്, അതുപോലെ 48 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 80 മാർക്കിൽ 48ഉം 60ൽ 36 വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്ക്, അതായത് 2 വർഷത്തേക്ക് ജയിക്കാനുള്ള മാർക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തേക്ക് ജയിക്കാനുള്ള മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം, അതുപോലെ +2 നിലവിൽ പരീക്ഷ എഴുതി +1 ഇംപ്രൂവ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 2 വർഷത്തെ മാർക്ക് കൂട്ടുന്ന സമയത്ത്, അതായത് +1ൻ്റെയും +2വിൻ്റെയും മാർക്ക് കൂട്ടുന്ന സമയത്ത് TE മാർക്ക്, അത് പരീക്ഷയിൽ നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ മാർക്ക് 60 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 36 മാർക്ക് കിട്ടിയിട്ടുണ്ടോ, 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 48 മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നടന്ന +2 പരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾക്ക് ആ ഒരു +2വിൻ്റെ ആ ഒരു പരീക്ഷ
പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ +1 കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത ആ ഒരു സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് +2 സേ പരീക്ഷയിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ +2 സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾ ഡബിൾ പാസ് മാർക്ക് വാങ്ങിക്കുക. അതല്ലെങ്കിൽ +1 കുറവുള്ള, അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു 36 നിന്നും 48 മാർക്കിൽ നിന്നും ഏത് മാർക്കിൻ്റെ സബ്ജക്റ്റാണ് അത്, എത്ര മാർക്കാണ് ആ ഒരു സബ്ജക്റ്റിന് +1 കിട്ടിയത്, +1 കിട്ടിയ മാർക്കിനെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അത് നിങ്ങൾ ഈ ഒരു +2 സേ പരീക്ഷയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ +1 അതായത് +1 എനിക്കിപ്പോൾ കെമിസ്ട്രിക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. അപ്പോൾ കെമിസ്ട്രിക്ക് എനിക്ക് 10 മാർക്കേ കിട്ടിയുള്ളൂ എന്ന് കരുതുക. അപ്പോൾ ഞാൻ അതിന് ഈ ഒരു +2 സേ പരീക്ഷ എഴുതുകയാണെങ്കിൽ ഈ ഒരു 36 നിന്നും 10 മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ 26 മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു 26 മാർക്ക് ഞാൻ ഈ ഒരു +2 സേ പരീക്ഷയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് +2 ഓവറോളായിട്ട് പാസ്സാവാൻ സാധിക്കും. അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിലും ഇതേ രീതിയിൽ തന്നെ 48 മാർക്കിൽ നിന്നും +1 കിട്ടിയ ആ ഒരു 80 മാർക്കിൻ്റെ ആ ഒരു സബ്ജക്റ്റിൽ കിട്ടിയ മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുന്നത് ആ ഒരു മാർക്ക് നിങ്ങൾ ഈ ഒരു +2 സേ പരീക്ഷയ്ക്ക് എഴുതി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫീസും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള യോഗ്യതയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ റെഗുലർ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ആദ്യം റെഗുലർ വിഭാഗത്തിൻ്റെ നോക്കാം. അപ്പോൾ റെഗുലർ വിഭാഗത്തിൽ അതായത് ആദ്യമായിട്ട് +1 പരീക്ഷ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ 3 സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. അതായത് നിങ്ങൾ ഈ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്തു, 6 സബ്ജക്റ്റും നിങ്ങൾ അറ്റൻഡ് ചെയ്തു, എന്നാൽ നിങ്ങൾ 3 സബ്ജക്റ്റ് തോൽക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 4 സബ്ജക്റ്റ് തോൽക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 6 സബ്ജക്റ്റും തോൽക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ, അതായത് അതിന് മിനിമം മാർക്ക് കിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 3 സബ്ജക്റ്റാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്ക് +1 കുറവുള്ള മാർക്ക് +2 ആ ഒരു സബ്ജക്റ്റിൽ പരീക്ഷയിൽ വാങ്ങിച്ചാൽ മതിയാകും. അപ്പോൾ ഈ രീതിയിൽ 3 സബ്ജക്റ്റാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ 3 സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിനോടൊപ്പം 3 സബ്ജക്റ്റ് കൂടി നിങ്ങൾക്ക് സേ ഇനത്തിൽ എഴുതാൻ സാധിക്കും. ടോട്ടൽ 6 സബ്ജക്റ്റ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ 6 വിഷയത്തിൻ്റെ പരീക്ഷയ്ക്കും ആബ്സെൻ്റ് ആയിരുന്നുവെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 6 സബ്ജക്റ്റും ഈ ഒരു സേ പരീക്ഷ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയായിട്ട് എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന് കാരണം എന്ന് പറയുന്നത് +2 നിങ്ങൾ പരീക്ഷ എഴുതി നിങ്ങൾ ആ ഒരു പരീക്ഷ റിസൾട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾ ജയിക്കണം എന്നുണ്ടെങ്കിൽ +1 എല്ലാ സബ്ജക്റ്റിൻ്റെ പരീക്ഷയും നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ +2 പരീക്ഷയിൽ ടോട്ടലായിട്ട് പാസ്സാവുള്ളൂ. +1 ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ അതൊന്നുകിൽ സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയോടൊപ്പം എഴുതി ജയിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ ഒരു പരീക്ഷയുടെ ഫീസും കാര്യങ്ങളൊക്കെ നോക്കാം. +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഫീസ് എന്ന് പറയുന്നത് അതായത് 175 രൂപ പെർ സബ്ജക്റ്റാണ് ഫീസ് വരിക. അതായത് ഈ ഒരു 175 150 രൂപയാണ് ഫീസ് വരിക. 175 150 കാരണം പ്രാക്ടിക്കൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ 150 രൂപ പെർ സബ്ജക്റ്റാണ് വരിക. ഇതിനോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. 3 വിഷയമാണ് വിദ്യാർത്ഥികൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. നിങ്ങൾ 6 സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ 6 സബ്ജക്റ്റും നിങ്ങൾക്ക് എഴുതാം. അതുപോലെ 3 സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ 3 സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റും 3 സബ്ജക്റ്റ് സേ ആയിട്ട് ടോട്ടൽ 6 വിഷയം നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എത്ര സബ്ജക്റ്റ് +1 തോറ്റിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണ്, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇനി അടുത്ത പരീക്ഷയാണ് എഴുതുന്നത്, അതായത് +2 സേ എഴുതാതെ അടുത്ത +1 ഈ ഒരു പബ്ലിക് എക്സാമിനേഷനെ കൂടിയാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നതെങ്കിൽ നിങ്ങൾ കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിലേക്കുള്ള സ്റ്റുഡൻ്റായിട്ട് മാറും. അപ്പോൾ അങ്ങനെയെങ്കിൽ കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് 6 വിഷയം വരെ വേണമെങ്കിൽ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് +1 ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സേ പരീക്ഷ, അതായത് കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിലായിട്ട് +1 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. 6 വിഷയം എന്ന് പറയുമ്പോൾ 6 സബ്ജക്റ്റ് നിങ്ങൾ +1 +2 ഒക്കെ ആയിട്ട് 6 വിഷയങ്ങളിൽ തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 6 വിഷയം നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു +1 ഈ ഒരു പബ്ലിക് എക്സാമിനേഷനിൽ കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിലായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിലായിട്ട്, അതായത് നിങ്ങൾ കമ്പാർട്ട്മെൻ്റൽ എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. നിങ്ങളിപ്പോൾ +2 പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. +2 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ കൂടി എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ശേഷം +2 പബ്ലിക് എക്സാമിനേഷന് ശേഷവും വിദ്യാർത്ഥികൾ +2 ജയിച്ചിട്ടില്ല, അതായത് +2 ജയിച്ചിട്ടില്ല, ഒന്നുകിൽ നിങ്ങൾ +1 സബ്ജക്റ്റ് ആയിരിക്കും തോറ്റിട്ടുണ്ടാവുക, അല്ലെങ്കിൽ +2 സബ്ജക്റ്റ് ആയിരിക്കും തോറ്റിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു +2 സേ പരീക്ഷയും എഴുതിയിട്ട് പിന്നീടും നിങ്ങൾ തോൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ഈ ഒരു സേ പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടില്ല എങ്കിൽ കൂടി നിങ്ങൾ പിന്നീട് ഈ ഒരു +2 സേ പരീക്ഷയുടെ ആ ഒരു ഡേറ്റിന് ശേഷം പിന്നീട് നിങ്ങൾ കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിലേക്കുള്ള സ്റ്റുഡൻസ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കമ്പാർട്ട്മെൻ്റൽ എന്ന് പറഞ്ഞാൽ +2 ജയിക്കാൻ സാധിക്കാതെ, സേ പരീക്ഷയ്ക്ക് ശേഷം +2 ജയിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളാണ് കമ്പാർട്ട്മെൻ്റൽ സ്റ്റുഡൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ എത്ര വിഷയമാണോ ഈ ഒരു പരീക്ഷയിൽ, അതായത് നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കാതിരുന്ന +1 +2 സബ്ജക്റ്റുകൾ ആ ഒരു പരീക്ഷകളൊക്കെ ഈ ഒരു പരീക്ഷയോടൊപ്പം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ +1 കെമിസ്ട്രി തോറ്റിട്ടുണ്ട്, എന്നാൽ ഞാനിപ്പോൾ +2 ഈ ഒരു മലയാളവും അതുപോലെ തന്നെ ഈ ഒരു ഇംഗ്ലീഷ് മാത്രമേ തോറ്റിട്ടുള്ളൂ. +2 മലയാളം അതുപോലെ ഇംഗ്ലീഷേ തോറ്റിട്ടുള്ളൂ, എന്നാൽ +1 ഞാൻ കെമിസ്ട്രി തോറ്റിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിൽ +1 +2 രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് 3 സബ്ജക്റ്റുകളും ഏതെങ്കിലും ഒരു വർഷത്തെ കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്യണം. അതായത് കെമിസ്ട്രിയും ചെയ്യണം, അതുപോലെ മലയാളവും ചെയ്യണം, ഇംഗ്ലീഷും ചെയ്യണം. ഇവിടെ ഞാൻ നോക്കുന്ന സമയത്ത് കെമിസ്ട്രി +1 തോറ്റിട്ടുള്ളൂ, എന്നാൽ ഞാൻ ഇവിടെ +1 അതുപോലെ തന്നെ +2 തോറ്റ സബ്ജക്റ്റും ഒരുമിച്ചാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഫീസ് എന്ന് പറയുന്നത് 225 രൂപ പെർ സബ്ജക്റ്റും അതിനോടൊപ്പം 80 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിലായിട്ട് ഫീസ് വരിക.
അപ്പോൾ ഇങ്ങനെ ഫീസ് വരുന്നതിനുള്ള കാര്യം പറയാം. നിങ്ങൾക്ക് 2 വർഷത്തേക്കുള്ള രജിസ്ട്രേഷനാണ് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിലാണെങ്കിൽ ലഭിക്കുക. അതായത് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ 2 വർഷത്തേക്കുള്ള രജിസ്ട്രേഷനാണ് കിട്ടുക. പ്ലസ് വണ്ണിലേതും രജിസ്ട്രേഷൻ ചെയ്യപ്പെടും, പ്ലസ് ടുവിലെയും രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. അതുകൊണ്ടാണ് 80 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ്, അതായത് 2 വർഷത്തെ എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഫീസ്. അപ്പോൾ 225 രൂപ പെർ സബ്ജക്റ്റാണ് ഫീസ് വരിക. എത്ര സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടോ അത്രയും സബ്ജക്റ്റ് രജിസ്ട്രേഷൻ, 6 സബ്ജക്റ്റ് ആണെങ്കിൽ 6 സബ്ജക്റ്റും രജിസ്ട്രേഷൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്ലസ് വണ്ണിൻ്റെ കെമിസ്ട്രിയാണ് ഞാൻ തോറ്റിട്ടുള്ളത്. പ്ലസ് ടുവിൻ്റേതാണെങ്കിൽ മലയാളവും തോറ്റിട്ടുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷും തോറ്റിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഈ ഒരു പ്ലസ് വണ്ണിൻ്റേത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത്, പ്ലസ് വണ്ണിൻ്റെ ഈ ഒരു പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിലായിട്ട് കെമിസ്ട്രിയും രജിസ്ട്രേഷൻ ചെയ്യുന്നു, മലയാളവും രജിസ്ട്രേഷൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ഇംഗ്ലീഷും രജിസ്ട്രേഷൻ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ടാണ് പ്ലസ് വണ്ണിൻ്റേത് മലയാളവും ഇംഗ്ലീഷും ജയിച്ചിട്ടും അത് രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്ന്. അപ്പോൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിലായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് പ്ലസ് വണ്ണിന് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാലും അത് പ്ലസ് ടുവിൻ്റെ സബ്ജക്റ്റിൻ്റെ പരീക്ഷയ്ക്ക് കൂടി രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. അത് നിങ്ങൾ പ്ലസ് വണ്ണിന് മാത്രമേ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളൂ എങ്കിൽ കൂടി അത് പ്ലസ് ടുവിൻ്റെ പരീക്ഷയ്ക്ക് കൂടി കെമിസ്ട്രി, മലയാളം, ഇംഗ്ലീഷ് എന്നിങ്ങനെ 3 സബ്ജക്റ്റുകളും രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. ഇങ്ങനെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ്. പരീക്ഷ നടക്കുന്ന സമയത്ത് പ്ലസ് വണ്ണിൻ്റെ കെമിസ്ട്രി മാത്രമേ എഴുതുന്നുള്ളൂ എങ്കിൽ പ്ലസ് വണ്ണിൻ്റെ കെമിസ്ട്രി മാത്രം എഴുതുക. ബാക്കി മലയാളവും ഇംഗ്ലീഷും പ്ലസ് ടു മാത്രമാണ് തോറ്റിട്ടുള്ളതെങ്കിൽ പ്ലസ് ടുവിൻ്റെ മാത്രമേ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ടുവിൻ്റെ ആ ഒരു മലയാളവും അതുപോലെ ഇംഗ്ലീഷും പരീക്ഷ എഴുതിയാൽ മതി. കെമിസ്ട്രി പരീക്ഷയോ അല്ലെങ്കിൽ പ്ലസ് വണ്ണിൻ്റെ മലയാളം, ഇംഗ്ലീഷ് പരീക്ഷകളോ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പിന്നീട് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ ആയതുകൊണ്ട് തന്നെ പിന്നീട് നിങ്ങൾ ഈ ഒരു പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും അടുത്ത വർഷത്തെ കമ്പാർട്ട്മെൻറ്റൽ പരീക്ഷയ്ക്ക്, അതായത് പബ്ലിക് എക്സാമിനേഷന് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു പരീക്ഷയിൽ ലഭിച്ച കൂടിയ മാർക്കും, അതായത് ആ ഒരു പരീക്ഷയിൽ കിട്ടിയ മാർക്ക് കൂടിയാലും കുറഞ്ഞാലും ആ ഒരു മാർക്ക് മാത്രമേ പരിഗണിക്കുള്ളൂ. മുമ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന മാർക്കുകളൊന്നും ആ ഒരു സബ്ജക്റ്റിൻ്റേത് പരിഗണിക്കുന്നതല്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇവിടെ നിങ്ങളിപ്പോൾ കെമിസ്ട്രിയുടെ പ്ലസ് ടു പാസ്സാണ്, എന്നാൽ പ്ലസ് വണ്ണ് ഫെയിൽഡാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്ലസ് ടു കൂടി എഴുതുന്നുണ്ടെങ്കിൽ പ്ലസ് ടുവിന് പിന്നീട് ലഭിക്കുന്ന, അതായത് 2026 ലഭിക്കുന്ന ആ ഒരു മാർച്ചിൽ ലഭിക്കുന്ന മാർക്ക് മാത്രമേ നിങ്ങളുടേതായിട്ട് പരിഗണിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ പ്ലസ് വണ്ണിൻ്റെ ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതണമെങ്കിൽ ഇനി നിങ്ങൾക്ക് 2026 മാർച്ച് മാസത്തിലാണ് എക്സാം എഴുതാൻ പറ്റുക. ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് ഈ ഒരു ഓഗസ്റ്റിന് ശേഷം, ഏകദേശം ഓഗസ്റ്റിന് ശേഷമാണ് വരിക. ഓഗസ്റ്റിന് ശേഷമുള്ള ഏകദേശം 3 മാസത്തിനുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ വരും. മാർച്ച് മാസത്തിലാണ് പരീക്ഷ ഉണ്ടാവുക. അതുപോലെ പ്ലസ് ടു പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾ പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ പ്രത്യേകം ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു സർക്കുലർ കഴിഞ്ഞ വർഷത്തേതാണ്, എന്നാലും ഞാൻ ജസ്റ്റ് കഴിഞ്ഞ വർഷത്തേല്ല ഈ വർഷത്തേതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ നിങ്ങൾ മാർച്ച് 2024 എന്ന് പകരം 2025 എന്ന് നോക്കിയാൽ മതി. മാർച്ച് 2025 ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയിട്ടുള്ള വിഷയങ്ങളിൽ ഏതെങ്കിലും 3 വിഷയങ്ങൾക്ക് വരെ സ്കോർ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അതായത് ഇപ്പോൾ പ്ലസ് 1 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷം 3 വിഷയത്തിന് വരെ മാർക്ക് മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അതുപോലെ 2025 ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തവരിൽ വിവിധ കാരണങ്ങളാൽ പരീക്ഷ എഴുതാൻ സാധിക്കാത്തവർക്ക് അവർ ആബ്സെൻറ്റ് ആയ എല്ലാ വിഷയത്തിനും പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. മാർച്ച് 2025 ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിഷയങ്ങളിൽ പരീക്ഷ എഴുതാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ അവ എഴുതുന്നതിന് സപ്ലിമെൻ്ററി എഴുതിയ വിഷയങ്ങളിൽ 3 വിഷയങ്ങൾ വരെ മെച്ചപ്പെടുത്തുന്നതിനും ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയും ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഉദാഹരണമായി മാർച്ച് 2025 നിങ്ങൾ 4 പരീക്ഷകൾ എഴുതുകയും 2 പരീക്ഷകൾക്ക് ഹാജരാവാൻ കഴിയാതെയും ഇരുന്ന വിദ്യാർത്ഥികൾക്ക് ഹാജരാവാൻ സാധിക്കാതിരുന്ന 2 പരീക്ഷയോടൊപ്പം ആവശ്യമെങ്കിൽ 3 വിഷയങ്ങൾ വരെ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിനും അപേക്ഷിക്കാവുന്നതാണ്. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ഒരു വിഷയത്തിനും ഹാജരാകാത്തവർക്ക് 6 വിഷയങ്ങൾക്കും ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നത് ആയിരിക്കും. റെഗുലർ വിഭാഗത്തിൽപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 2025 ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിലോ അതുപോലെ ഈ സപ്ലിമെൻ്ററി പരീക്ഷയിലോ 6 വിഷയങ്ങളും എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ മാർച്ച് 2026 രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഫലപ്രഖ്യാപനത്തിന് അർഹതയുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വർഷം നീട്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്, ഇത് അടുത്ത വർഷത്തെ സർക്കുലറിൽ ഇതുപോലെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏതെങ്കിലും വിഷയം പരീക്ഷ ചെയ്തിട്ടില്ലെങ്കിൽ അതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയം ഇംപ്രൂവ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു 3 വിഷയം ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇനി അടുത്ത വർഷത്തെ പ്ലസ് വണ്ണിൻ്റെ ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയോടൊപ്പം ഉണ്ടാവുന്നതാണ്. മാർച്ച് മാസത്തിലാണ് പ്ലസ് വണ്ണിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് 6 വിഷയം നിങ്ങൾ പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ 6 വിഷയം നിങ്ങൾക്ക് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.